ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നല്ലതുപോലെ വ്യത്യസ്തമായൊരു ചായ തയ്യാറാക്കാനായിട്ട് ആദ്യം പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചായ ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ചായക്കടകളിലൊക്കെ പോയി ചായ കുടിക്കുമ്പോൾ ഉള്ള ആ ഫീലിംഗ് നമുക്ക് എപ്പോഴും ചായക്കടയിൽ ഒരു ചായ കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എല്ലാവരും വീടുകളിൽ ചായ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചായക്കടലിൽ ചായയ്ക്ക് വളരെ കുറച്ച് കുടിച്ചാൽ മതി, പക്ഷേ വളരെ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും. അതേ രീതിയിലൊരു ചായയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പാലൊക്കെ ആദ്യം തിളപ്പിച്ച് വെച്ച്, ചായക്കടയിൽ ഇതുപോലെ തന്നെയാണ് പാല് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. ചായപ്പൊടിയുടെ വെള്ളം അവർ സെപ്പറേറ്റ് തന്നെയാണ് എപ്പോഴും സൂക്ഷിക്കുന്നത്. ആ മെത്തേഡിലാണ് ഞാൻ ഈ ചായ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നല്ലപോലെ, ഇത് നല്ല വെറൈറ്റി ഒരു ചായപ്പൊടിയാണ്, ആസാം ചായപ്പൊടിയാണ്, നല്ല ടേസ്റ്റുള്ള ചായപ്പൊടിയാണ്. ഇത് ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഫുള്ള് ടീ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കിട്ടേണ്ടത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഇതിങ്ങനെ അരിച്ചെടുക്കണം. അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുമ്പോഴത്തേനും കുറച്ച് ചായപ്പൊടി അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. വെള്ളം കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. നല്ല കടുപ്പമുള്ള ചായപ്പൊടിയാണിത്. അതുപോലെ തന്നെ ചായയുടെ വെള്ളം നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ചായ അടിക്കാം. ചായക്കടയിൽ വലിയ രീതിയിലാണ് ചായ അടിക്കണത്. പഞ്ചസാര ഇട്ട് കൊടുത്ത് വെച്ച് ആ കപ്പിലിട്ട് തന്നെ അടിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു കപ്പ് ചായ ഉണ്ടാക്കാനായിട്ട് ഇതേ രീതിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പം നല്ലപോലെ 3-4 വട്ടം നമ്മൾ അടിക്കുക. ചായ നല്ലോണം അടിക്കുക, വേഗം അടിച്ചെടുക്കുക. അപ്പോൾ ചൂടാറി പോകുമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ലൈറ്റ് കാരണം ഇച്ചിരി ഇതിൻ്റെ കളറ് നമുക്ക് മങ്ങി തോന്നും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് ചായ കുടിച്ചാൽ വീണ്ടും ഇത്തിരി കൂടെ കുടിക്കണം എന്ന് തോന്നും. അതുപോലത്തെ ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.